guys, it's me MS Solutions and it's me Zakir Hussain from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി SSLC സോഷ്യൽ സയൻസ് 2024 ഓണം എക്സാമിൽ 6 മാർക്കിന്റെ ജോഗ്രഫി എസ്സേ ക്വസ്റ്റ്യൻ ഏതായിരിക്കും? 2 ചാൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ പ്ലാനറ്ററി വിൻസും അതുപോലെ തന്നെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റും ആയിരിക്കും. യെസ് സർ, അതിന്റെ മലയാളം കൂടി പറഞ്ഞു. അഥവാ ആഗോള വാദങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ ഉണ്ടായിരിക്കും. മക്കളെ, ഇതിൽ ഏതായിരിക്കും എസ്സേ എക്സാം 6 മാർക്കിന് ഉണ്ടാവുക? എസ്സേ എക്സാമിന് 6 മാർക്കിന് ഇതിൽ ഏതായിരിക്കും ഉണ്ടാവുക? MS സൊല്യൂഷൻസും നമ്മുടെ സക്കീർ സാർ എൻ്റെ ടീം പ്രൊഡിക്റ്റ് ചെയ്യുന്നു ഈ വർഷത്തെ ഓണം എക്സാമിന് 6 മാർക്കിന് ചോദിക്കുന്നത് ഇതായിരിക്കും. പ്ലാനറ്ററി വിൻസ് അഥവാ ആഗോളവാദങ്ങളായിരിക്കും. മക്കളെ, ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാലോടാ. 3 ആഗോളവാദങ്ങളാണ് അഥവാ പ്ലാനറ്ററി വിൻസുകളാണ് ഉള്ളത് അല്ലെ. 3 മാർക്കിനുമായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണടാ? ട്രേഡ് വിൻഡ് ആണ് അല്ലെ, ട്രേഡ് വിൻഡ് ആണ്. അതുപോലെ തന്നെ വെസ്റ്റർലൈസ് ആണ്, അതുപോലെ പോളാർ ഈസ്റ്റർലൈസ് ആണ്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ക്ലിയർ ആണോ? അതിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ 2 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. നമ്മളിവിടെ 3 എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നോക്കി പഠിക്കുക. നോക്കുക, ഏതാണ്? ട്രേഡ് വിൻഡ് ആണ് ഫസ്റ്റത്തെ. എവിടുന്ന് എങ്ങോട്ടാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ്. അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് അല്ലെ. അപ്പൊ 2 ട്രേഡ് വിൻഡുകൾ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഏതാണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, രണ്ടാമത്തത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്ത്? നോർത്ത് ഈസ്റ്റ് അഥവാ നോർത്തിൽ നിന്ന് ഈസ്റ്റിലോട്ടുള്ള ഡയറക്ഷൻ ആണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നത്? വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പേര് വന്നത്. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിലോ അത് സൗത്തിൽ നിന്ന് ഈസ്റ്റിലോട്ടാണടാ. അതുകൊണ്ടാണ് അതിനെന്ത് വന്നത്? തെക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന് വന്നത്. ക്ലിയർ ആണോ? ഈ 2 കാറ്റും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, ആ പ്ലേസ് ആണടാ എന്താടാ ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയുള്ളടാ 3 മാർക്ക് ഇവിടെയും കിട്ടും ഇത് ചോദിച്ചാൽ. ക്ലിയർ ആണോ? രണ്ടാമത്തെ എന്താ? വെസ്റ്റർലൈസ്. ഇതിൽ തന്നെ ഉണ്ട് എവിടുന്ന് എങ്ങോട്ടാ എന്നുള്ളത് അല്ലെ, ഏതാണ് ഡയറക്ഷൻ എന്നുള്ളത്. പക്ഷെ എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് എവിടേക്കാ? സബ് പോളാർ ലോ പ്രഷർ സോണിലേക്കാണ് അല്ലെ അതിന്റെ ഇത് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താകുന്നുണ്ട്? വെസ്റ്റിലോട്ടാണ് മോസ്റ്റ്ലി അത് വിൻഡ് പോകുന്ന ഡയറക്ഷൻ. എങ്ങോട്ടാ? വെസ്റ്റിലോട്ടാണ് അഥവാ പടിഞ്ഞാറോട്ടാണ്. അതുകൊണ്ടാണല്ലോ അതിന് എന്ത് പേര് വന്നത്? പശ്ചിമവാദങ്ങൾ എന്നുള്ള പേര് വന്നത്. അതിന്റെ ഒരു പ്രത്യേകത ഒന്നും കൂടി ഉണ്ട്. എന്താണ്? ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാൾ ഡയറക്ഷൻ സ്പീഡ് എന്തായിരിക്കും കൂടുതൽ എവിടെയാണ്? ഈ സദേൺ ഹെമിസ്ഫിയറിലാണ്. കാരണം അവിടെ എന്താ സാറേ? അവിടെ എന്താണ്? കാറ്റ് കൂടാനുള്ള ഒരു കാരണം അവിടെ ഭൂഖണ്ഡങ്ങളിൽ അഥവാ കോണ്ടിനെന്റ് കുറവാണ്. അഥവാ എന്താണ്? ഓഷ്യൻസ് കൂടിയ കാറ്റ് അല്ല ചെയ്യേണ്ടത് അവിടെ തടഞ്ഞു നിർത്താൻ ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷനടാ. ഏതാണ്? ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പക്ഷെ എന്താണ്? ഈ സദേൺ ഹെമിസ്ഫിയറിൽ ഫുള്ള് ഓഷ്യൻ ആണ്, നീലമലല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? അവിടെ കാറ്റിന് വേഗത കൂടുതലായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും. ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. പിന്നെ 40 ഡിഗ്രി 14 അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട്, അതൊന്നും നോക്കേണ്ട. ഇനി എന്താണ് ലാസ്റ്റ്? ഇത് പോളാർ ഈസ്റ്റർലൈസ് അല്ലെ. അഥവാ എവിടുന്ന് എങ്ങോട്ടാ? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. അഥവാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോളാർ 90 ഡിഗ്രി. ആ 90 ഡിഗ്രിയിൽ നിന്ന് എങ്ങോട്ടാണ്? താഴേക്കാണ്. മനസ്സിലാക്കി വെക്കുക. അവിടെ അങ്ങനെ സാധനം ഉണ്ട് 90 ഡിഗ്രിയിൽ നിന്ന്. അതുകൊണ്ട് എന്താണ്? ഈസ്റ്റ് ആണല്ലോ, ഈസ്റ്റിലോട്ടാണ് ഈ ബോത്ത് ഹെമിസ്ഫിയറിലും എന്ത് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അത് ബ്ലോ ചെയ്യുന്നത് എവിടേക്കാണ്? ഈസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെന്ത് പറയും? ഈസ്റ്റർലൈസ് എന്ന് പേര് വരാനുള്ള കാരണം. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, നമ്മൾ വടക്കൻ അമേരിക്ക ഉണ്ടല്ലോ, നമ്മൾ അമേരിക്ക, കാനഡ ഒക്കെ തുടങ്ങിയ ആ ഭാഗങ്ങള്, യൂറോപ്യൻ കൺട്രീസിന്റെ വടക്കൻ ഭാഗങ്ങള്, അത് നോർത്ത് സൈഡുകള്, അതുപോലെ തന്നെ നമ്മുടെ റഷ്യയിലൊക്കെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാറ്റാണ്, വിൻഡാണ് ഈ ഒരു പോളാർ ഈസ്റ്റർലൈസ് എന്ന് പറയുന്നത്. പാതിരാക്കാറ്റുന്നോണ്ടായിരിക്കും പാതിരാക്കാറ്റ് വന്നു കേട്ടോ. ഇത്രയാണടാ 6 മാർക്കിന്. മനസ്സിലാക്കിയ 2024 ഓണം എക്സാമിന് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും,
ഈ ഒരു ക്വസ്റ്റ്യൻ. പുട്ട് കച്ചവടം അവിടെ ഒരു പുട്ട് കച്ചവടം അല്ലെ, പീരിയഡിന്റെ ആരുണ്ടല്ലോ. എന്താണ് പുട്ട് കച്ചവടം? ന്യൂട്ടൺ 3500, ബെൻടൺ 2500. ഞായറാഴ്ച രാത്രി 10 മണി വരെ ഉള്ളൂ. 10 മണിക്ക് ശേഷം ആ ഓഫർ കഴിയും. 50% സാറേ, 50% ഓഫ് ആണടാ. യെസ്, 5000 രൂപയുടെ കോഴ്സ് 2500 രൂപ അങ്ങനെ 50% അല്ലേ? 50% അല്ലെ. 5000-2500 ഒരു വർഷത്തേക്കാണ്. ഒരു വർഷത്തേക്ക്. അഥവാ നിങ്ങൾ SSLCയുടെ അവസാനത്തെ എക്സാമും കഴിയുന്നത് വരെ, അതുപോലെ തന്നെ റിസൾട്ട് കഴിയുന്നത് വരെ നിങ്ങൾ നമ്മളെ കുട്ടികളായിരിക്കും. അതിനുശേഷം നമ്മളെ കുട്ടികളായിരിക്കും, പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കും കേട്ടോ. ഓക്കെ, ഇതാണ് പ്ലസ് വൺ ഉണ്ട്. അപ്പൊ പോട്ടെ, നമ്മളിപ്പോ ഈ കൂട്ട് കച്ചവടം വലിയ സുഖമല്ല. ആയിക്കോട്ടെ. സോ ഗൈസ്, ഇതുപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ, പ്രഡിക്ഷൻ മാത്രമല്ല, നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന 25 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളുടെ പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞായറാഴ്ച രാത്രി 7:15 സക്കീർ സാറും റിയാമിസും കൂടെ MS ഉം ഉണ്ടാകും. എന്തിനെന്നറിയോ? സോഷ്യൽ സയൻസിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി. സോ ഗൈസ്, ഇറ്റ്സ് അവർ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? ബൈ.